ജയലളിതയുടെ സ്വത്ത് തമിഴ്നാടിന് കൈമാറിയതിൽ സ്വർണവാളും സ്വർണ്ണ കിരീടങ്ങളും പട്ടുസാരികളും. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും AIADMK അധ്യക്ഷയുമായിരുന്ന ജയലളിതയുടെ സ്വർണ്ണാഭരണങ്ങൾ കർണാടക പ്രത്യേക കോടതി തമിഴ്നാട് സർക്കാരിന് കൈമാറി. 2 സ്വർണ്ണ കിരീടങ്ങളും 1 സ്വർണ്ണ വാളും ഉൾപ്പെടെ ഏകദേശം 27 കിലോ സ്വർണ്ണാഭരണങ്ങളാണ് കൈമാറിയത്. ഇതിനു പുറമെ 1000-ലേറെ കിലോ വെള്ളി, 1500 ഏക്കറിലേറെ ഭൂമി, 11,344 സാരികളും ഇതിൽ ഉൾപ്പെടുന്നു. 30 വർഷം മുമ്പ് ജൂലൈ 9, 1995 തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കെ തന്റെ ദത്തുപുത്രനായിരുന്ന VN സുധാകരന്റെ വിവാഹത്തിന് മുന്നോടിയായി നടന്ന പൂജയ്ക്ക് ജയലളിത അണിഞ്ഞ 1.5 കിലോ സ്വർണത്തിന്റെ വജ്രക്കല്ലുകൾ പൊതിഞ്ഞ അരപ്പട്ടയടക്കം സ്വർണത്തിൽ തീർത്ത 481 വസ്തുക്കൾ, ആകെ 27 കിലോ സ്വർണം. ഇപ്പോഴത്തെ വിപണി വില അനുസരിച്ച് സ്വർണത്തിന് മാത്രം വരും 21.5 കോടി രൂപ. ചെന്നൈയിലും മറ്റിടങ്ങളിലുമായി 1526 ഏക്കർ ഭൂമിയുടെ സ്വത്ത് രേഖകൾ, 10 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപങ്ങൾ, 2 ലക്ഷത്തോളം കറൻസി നോട്ടുകൾ. 21 വർഷമായി കർണാടക സർക്കാരിന്റെ ട്രഷറി മുറിക്കുള്ളിലിരുന്ന ഈ വമ്പൻ സ്വത്ത് ശേഖരം ഒടുവിൽ തമിഴ്നാട് സർക്കാരിന് സ്വന്തമായിരിക്കുകയാണ്. വിലയേറിയ രത്നം പതിച്ച തങ്കക്കിരീടമാണ് പുരയിടിച്ചി തലവിയുടെ സ്വർണ്ണശേഖരത്തിലെ സവിശേഷമായത്. സ്വർണത്തിൽ തീർത്ത വാളും മയിൽ രൂപത്തിൽ തീർത്ത അരപ്പട്ടയും തിരികെ നൽകിയവയിലുണ്ട്. അമ്മ കുഞ്ഞിനെ എടുക്കുന്നത് പോലെ കുഞ്ഞിനെ കയ്യിലേന്തി നിൽക്കുന്ന ജയലളിതയുടെ വാത്സല്യമൂർന്ന രൂപവും സ്വർണത്തിൽ തീർത്തതിൽ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ 11,344 സാരികളും 250 ഷാൾ, 750 ജോഡി ചെരുപ്പും കൈമാറിയ കൂട്ടത്തിലുണ്ട്. 2016 ജയലളിത അന്തരിച്ചതോടെ ഈ സ്വത്തുവകകളുടെ ഉടമസ്ഥാവകാശം ആർക്കെന്ന തർക്കം ഉടലെടുത്തു. ഈ സ്വത്തുക്കൾക്കുള്ള അവകാശം തനിക്കെന്ന് കാട്ടി ജയലളിതയുടെ സഹോദരൻ ജയരാമന്റെ മക്കളായ ദീപയും ദീപകവും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ സുപ്രീം കോടതി കേസിൽ ജയലളിത അടക്കമുള്ളവർ കുറ്റക്കാരെന്ന് വിധിച്ചതാണെന്ന് കാട്ടി ഹൈക്കോടതി ഹർജി തള്ളി. ഇതോടെയാണ് സ്വത്തുവകകൾ തമിഴ്നാട് സർക്കാരിന് കൈമാറാൻ വിചാരണ നടന്ന CBI പ്രത്യേക കോടതി വിധിച്ചത്. എല്ലാ വസ്തുക്കളും രേഖകളും കൈമാറിയ ശേഷം തമിഴ്നാട് സർക്കാരിന് ഈ സ്വത്തുവകകൾ ഒന്നുകിൽ റിസർവ് ബാങ്കിന് അയക്കാം, അല്ലെങ്കിൽ ലേലത്തിൽ വെച്ച് ആ തുക സർക്കാരിന്റെ ഖജനാവിലേക്ക് എടുക്കാം എന്നായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കിരൺ S. ജാവലി പറഞ്ഞത്. നിലവിൽ പ്രചാരത്തിലില്ലാത്ത കറൻസിയായതിനാൽ പിടിച്ചെടുത്ത 2.5 ലക്ഷം നോട്ടുകൾ റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു. കണ്ണായ സ്ഥലങ്ങളിൽ 6 കമ്പനികളുള്ള ഉടമസ്ഥകൾ 1500-ലധികം ഏക്കർ ഭൂമിയും സ്വർണവും അടക്കം ലേലത്തിൽ വെച്ചാൽ തമിഴ്നാട് സർക്കാരിന് കിട്ടുക വൻ തുക ആയിരിക്കുമെന്ന് ഉറപ്പ്. അതെത്രയാകും? കണക്ക് കൂട്ടേണ്ടത് തമിഴ്നാട് സർക്കാരാണ്. അഴിമതിയിലും ആർഭാടത്തിലും മുങ്ങിക്കുളിച്ചതിന് ജനരോഷവും പിന്നീട് നിയമ നടപടികളും നേരിട്ട ജയലളിതയുടെ സ്വത്തുവകകളിലെ വലിയൊരു പങ്ക് അങ്ങനെ തിരികെ സർക്കാർ ഖജനാവിലേക്ക് എത്തിയിരിക്കുകയാണ്.